ഹായ് ഹോൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ സൂപ്പർ റെസിപ്പീസ് മോമോസാണ്. ഈ മോമോസ് റെസിപ്പി 2 ടൈപ്പിൽ കാണിക്കുന്നുണ്ട്. ഫ്രൈ ചെയ്യുന്നതും പിന്നെ നമ്മൾ ആവിമേൽ വെച്ച് വേവിക്കുന്നതും. രണ്ടും വേറെ വേറെ ഫില്ലിങ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ മോമോസ് ആദ്യം നമുക്ക് ആവിമേൽ വെച്ചുണ്ടാക്കാനുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം. ഫില്ലിങ് റെഡിയാക്കാനായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലി ഇലയും കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഞാൻ മഞ്ഞൾ ഉപ്പും കുറച്ച് കുരുമുളകും കൂടിയിട്ട് കുക്ക് ചെയ്തെടുത്ത് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/2 സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് 2 സ്പൂണ് ഓയിലാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇനി ഇത് കൈകൊണ്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പം മോമോസ് ആവിമേൽച്ച് വേവിക്കാനുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് മൈദ കുഴച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. മൈദ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് പരത്തിയെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് പരത്തും പോലെ തന്നെ പരത്തിയെടുത്താൽ മതി. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണം. ഇത് പരത്തിയെടുക്കുന്നതിന് മുമ്പേ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇതിലോട്ട് വിതറി കൊടുക്കുക. പരത്തുമ്പം പറ്റിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൈദ വിതറി കൊടുത്തത്. ഞാനിവിടെ ചപ്പാത്തി പരത്തുന്ന കട്ടി തന്നെയാണ് പരത്തി റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തത്. നമുക്ക് ബാക്കിയും കൂടി ഇതുപോലെ പരത്തി കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ ഞാനിത് ഫില്ലിങ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഞാൻ മൊമ്മൂസ് ഇതുപോലെയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ചുരുക്കിട്ട് കൊടുക്കുക. എല്ലാ സൈഡും ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. എല്ലാ സൈഡും ചുരുക്കം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ നമുക്ക് ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണം. നല്ല രസമില്ലേ ഇതുപോലെ ചുരുക്കിട്ടിട്ട് കാണാൻ. മുഴുവനായിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മളെ മോമോസ് ഇനി ആവിമേൽ വെച്ച് വേവിച്ചെടുക്കാം. ഞാൻ വാഴയിലയോ അല്ലെ ഫോയിലിൻ്റെ പേപ്പറോ
ഇതുപോലെ വെച്ച് കൊടുത്ത് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മളെ മോമോസ് ഇവിടെ കുക്കായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. മോമോസ് ആവിമേൽ വെക്കുമ്പോൾ ഒറ്റ ലെയറാക്കി വെച്ച് കൊടുക്കണം. അതിൻ്റെ മേലെ അട്ടിക്ക് വെച്ച് കൊടുക്കരുത്, ഒട്ടിപ്പിടിക്കും. മുഴുവനായിട്ടൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ആവിമേൽ വെച്ച മോമോസിന് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ചട്ടിനി റെഡിയാക്കി എടുക്കാം. ചട്ടിനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ് ഇതൊക്കെ. 3 തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കണം. ഞാനൊരു 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മുളക് കൂടി ആഡ് ചെയ്തണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓണാക്കി നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നിങ്ങൾക്ക് വേണേൽ കട്ട് ചെയ്തിടാം. ഞാൻ കട്ട് ചെയ്താണ്ട് വെച്ച് കൊടുത്തതാണ്. നമ്മുടെ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആഡ് ചെയ്യേണ്ടത് പുളിയാണ്. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി കുരുവൊക്കെ കളഞ്ഞെടുത്താണ്. ഒരു ചെറിയ പീസ് വെല്ലവും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. മധുരവും പുളിയും എരിവായിട്ടുള്ള ചട്ടിനി, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ചട്ടിനിയാണ്. ഇതിലേക്ക് ഇനി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് 2-3 മിനിറ്റോളം സ്റ്റൗമ്മേൽ വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സീൻ്റെ ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാം. ഇപ്പം 2-3 മിനിറ്റായി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇത് ചൂടാറിയതിന് ശേഷം മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇതാ നമ്മുടെ എരിവും പുളിയും മധുരമുള്ള ചട്ടിനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിനിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി. ചട്ടിനിയും മൊമോസും. ഇനി നമുക്ക് ഫ്രൈ ചെയ്യേണ്ട മൊമോസ് റെഡിയാക്കി എടുക്കാം. നമുക്ക് മൊമോസ് ഫ്രൈ ചെയ്യാനുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ പാൻ വെച്ച് സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇതിലേക്ക് ഒരു വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലി ഇലയും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യുക. പിന്നെ 2 പച്ചമുളക് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യുക. കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഒക്കെ നല്ലോണം വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനാവശ്യമായ മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂണ് കുരുമുളകിൻ്റെ പൊടിയും 1/2 സ്പൂണ് ഗരം മസാല പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കണം. നേരത്തെ കുക്ക് ചെയ്ത് വെച്ച കുറച്ച് ചിക്കൻ മാറ്റി വെച്ചായിരുന്നു. ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടില്ല, ചെറിയ ചെറിയ പീസാക്കി എടുത്തതാണ്. ഇതിലേക്ക് ഇനി ചിക്കനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മളെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട്. ഇനി ഒരു 2 മിനിറ്റോളം ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ ഇതാ നേരത്തെ കാണിച്ചതുപോലെ ഞാൻ മൈദ വരുത്തിയിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ ഫില്ലിങ് വെച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ സൺഫ്ലവർ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മളെ എണ്ണക്കടികളൊക്കെ ചുട്ടെടുക്കും പോലെ തന്നെ ചുട്ടെടുത്താൽ മതി. ഒരു സൈഡായി കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്ത് എല്ലാ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പം മോമോസ് ഇതാ അവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ മുഴുവനായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടില്ല, കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ മാറ്റി വെച്ച മോമോസിന് ഒരടപ്പ് ഇട്ടെടുത്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. ഫ്രിഡ്ജിൽ ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഇതിന് ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ളപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ച് തണുപ്പ് പോയതിന് ശേഷം ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പം വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.